ഒന്ന് ആലോചിക്കാനുള്ളത്. ഒരു സ്ത്രീ ഒരിക്കലും തൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ബന്ധത്തിൻ്റെ വിത്തുപാകി ഒരു പുരുഷനെ തേടി പോകാറില്ല. അവൾ ആഗ്രഹിക്കുന്നത് അവിഹിതങ്ങളല്ല, മറിച്ച് തൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന കുറച്ച് നിമിഷങ്ങളും കരുതലുമാണ്. പഴയ കാലഘട്ടത്തിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ വീർപ്പുമുട്ടലുകൾക്ക് ആരും പേരിട്ടിരുന്നില്ലെങ്കിൽ ഇന്നത്തെ കാലം ആ മൗനങ്ങളെ അവിഹിതം എന്ന് മുദ്രകുത്തി എളുപ്പത്തിൽ മാറ്റി നിർത്തുന്നു. വാസ്തവത്തിൽ സ്നേഹിക്കപ്പെടാൻ കൊതിക്കുന്ന ഒരു മനസ്സ് മാത്രമാണ് അവളുടേത്. കൂടെയുള്ളവൻ്റെ അവഗണനയും പരിഹാസവും അടുപ്പിക്കുമ്പോൾ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നത് അവൾക്ക് വലിയൊരു ആശ്വാസമാണ്. തണൽ തേടിയുള്ള യാത്രയെ ലോകം തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ആരും കാണാതെ പോകുന്നത് അവളുടെ ഉള്ളിലെ ഉണങ്ങാത്ത മുറിവുകളെയാണ്. പുതിയ കാലത്തിൻ്റെ വേഗതയിൽ അവൾ തിരയുന്നത് നഷ്ടപ്പെട്ടു പോയ തൻ്റെ സ്വത്വത്തെയാണ്. ഒരു പുരുഷൻ്റെ സാമീപ്യത്തെക്കാൾ ഉപരിയായി താൻ പരിഗണിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് അവളെ സന്തോഷിപ്പിക്കുന്നത്. കാലം എത്ര മാറിയാലും സ്ത്രീ മനസ്സ് തേടുന്നത് ചതിയുടെ വഴികളല്ല, മറിച്ച് ആദരവും സ്നേഹവും നിറഞ്ഞൊരു ഹൃദയമാണ്. ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് അപ്പുറം ബന്ധങ്ങളുടെ ആഴം നഷ്ടപ്പെടുമ്പോൾ, അവഗണനയുടെ കയ്പ് കൂടുമ്പോൾ തണൽ തേടിയുള്ള ആ യാത്രകൾ കേവലം ഒരു ആഗ്രഹമല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടം കൂടിയാണ്. കടപ്പാട്. ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തൂറക്കാനിന്നോണം തണലെല്ലാം വെയിലായി കൊണ്ടേടി, മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി, ആഴിത്തീരമാല പോലെ കാത്തു നിന്നേൽക്കാം, ചെറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം, കനിയേനിയൻ കനവിതളായി നീ വാ, നിധിയേ മടിയിൽ പുതുമലരായി വാവാ, പൂമുത്തോളെ ഇടറല്ലേ മണിമുത്തേ കൺമണി. കാണാമേട്ടിലെ തിങ്കൾ നെയ്യും കൂട്ടിലെ ഇണക്കുയിൽ പാടും പാട്ടിൻ താളം പകരാം, ചേർമണി പൂവിലെ തേനൊഴുകും നോവിനെ ഓമൽ ചിരി നോറും നിർത്തി മാറൽ തൊതുക്കാം, കളിയോടമേറി തീരത്തെന്ന്
മോഹക്കോതി വാക്കു തൂകി നിൻ ചാരത്തെങ്ങും തണലായി എന്നെന്നും കണ്ണേ നിൻ കൂട്ടായി നെഞ്ചിൽ പുഞ്ചിരി തൂകുന്ന പൊന്നോമൽ പൈതലേ പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി ആഴിത്തീരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാം പീലിച്ചെറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം കനിയേരിയൻ കനവിതളായി നീ വാ നിധിയേ മടിയിൽ പുതുമലരായി വാവാ ആത്മാവാണൻ സഹായകൻ ആത്മാവിനീ ഭൂമിൽ ബന്ധമില്ല സ്വന്ത ദേഹവുമായൊരു ബന്ധവുമില്ല ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല സ്വന്ത ദേഹവുമായൊരു ബന്ധവുമില്ല ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നുചേരും ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നുചേരും ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോക കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം സൽക്കർമ്മങ്ങൾ ചെയ്യണം ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല സ്വന്ത ദേഹവുമായൊരു ബന്ധവുമില്ല ലോകസുഖങ്ങൾ നശിക്കുന്നത് കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല ലോകസുഖങ്ങൾ നശിക്കുന്നത് കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും ആനന്ദ ചൈതന്യം തന്നുകൊള്ളും നാഥൻ ആനന്ദ ചൈതന്യം തന്നുകൊള്ളും ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല സ്വന്ത ദേഹവുമായൊരു ബന്ധവുമില്ല ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം പരമാത്മാവുമായുള്ളൊരു ചില മനുഷ്യരുടെ തനിനിറം വെളിപ്പെടുന്നത് എപ്പോഴാണെന്നോ നമ്മുടെ ഗതികേടുകൊണ്ട് ആദ്യമായി അവരോട് എനിക്കതിന് കഴിയില്ല എന്ന് പറയുന്ന നിമിഷത്തിലാണ്. അവർക്ക് വേണ്ടി അതിനു മുമ്പ് 100,000 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു വട്ടം കഴിയില്ല എന്ന് പറയുന്നതോടെ അതുവരെ നമ്മൾ ചെയ്തതൊക്കെ മറന്നുപോകും. എല്ലായ്പ്പോഴും ശരിയെന്ന് പറയുന്നിടത്ത് മാത്രം നിലനിൽക്കുന്ന ഒന്നിനെ സ്നേഹമെന്ന് ബന്ധമെന്ന് വിളിക്കാൻ കഴിയുമായിരിക്കുമോ? സ്തുതിയായിരിക്കട്ടെ. ചില മനുഷ്യരുടെ തനിനിറം വെളിപ്പെടുന്ന
അജ്ഞാനികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴക്കരുതേ. അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച്, അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ. അവർ ചെയ്തതിനനുസരിച്ച് അവരോട് ചെയ്യണമേ. അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ. അവർ കർത്താവിന്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും, പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല. തോറ്റുകൊടുക്കാൻ ഒരാൾ ഉള്ളതും നമുക്ക് വേണ്ടി തോറ്റു തരാൻ ഒരാളുള്ളതും വലിയ ഭാഗ്യമല്ലേ? അതിലല്ലേ സ്നേഹം അതിൻ്റെ പൂർണ്ണത തേടുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. റോമ 9:16. നുണ പറയുന്നവർക്ക് അത് ന്യായീകരിക്കാൻ 100,000 ന്യായങ്ങളുണ്ടാകും. പക്ഷേ സത്യം പറയുന്നവന് അത് തെളിയിക്കാൻ ന്യായങ്ങളുടെ ആവശ്യമില്ല. കാലം അത് തെളിയിക്കും. ഒരു നുണ പറയുന്നവന് ആ നുണയെ സംരക്ഷിക്കാൻ 1000 നുണകളെ അതിനോട് കൂട്ടി തുന്നേണ്ടി വരും. നുണ ഒരു ചതുപ്പാണ്. അതിൽ പിടിച്ചു നിൽക്കാൻ ആഞ്ഞു ചവിട്ടുന്ന ഒരു ചുവടും ഓരോ ചുവടും അതിലേക്ക് കൂടുതൽ ആഴ്ത്തിക്കളയും. നുണ പറഞ്ഞവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെടും. കാരണം അവരുടെ ശ്രദ്ധ മുഴുവനും പറഞ്ഞ നുണകളെ ഓർത്തു വയ്ക്കുന്ന തിരക്കിലാണ്. മറവിയെ അവർക്ക് ഭയമാണ്. മറക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു പോയതിനെയൊക്കെ വീണ്ടും ഓർത്തെടുത്ത് തേച്ചു മിനുക്കി സൂക്ഷിക്കാനുള്ള തിരക്കിനിടയിൽ ചിലപ്പോൾ ജീവിക്കാൻ പോലും മറന്നുപോകും അവർ. സത്യം പറഞ്ഞവന് ഒന്നും ഓർത്തു വയ്ക്കേണ്ട കാര്യമില്ല. അവൻ്റെ മുന്നിലെ യാഥാർത്ഥ്യം അത് ഒന്നേയുള്ളൂ. ഇന്നലെയും ഇന്നും നാളെയും അത് അങ്ങനെ തന്നെയാണ്. ഓർത്തുവെക്കലിൻ്റെ ഭാരമില്ലാതെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ അവർക്ക് കഴിയും. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23. My grace is sufficient for you. Corinthians 12:9. Praise the Lord. Good morning. God's grace sustains, strengthens and guides us in every moment. On this Monday, let us live in His grace. Amen. രണ്ട് മനുഷ്യൻ ഇരുട്ടത്തിരിക്കുകയും അവർക്കിടയിൽ ഒരു വിളക്ക് അവിടെ ഉണ്ടായിട്ടും അടുത്തയാൾ അത് തെളിക്കട്ടെ എന്ന് അതിൽ ഓരോരുത്തരും ചിന്തിക്കുകയും ചെയ്യുന്നത് പോലെയാണ് മനുഷ്യർക്കിടയിലെ ഈഗോ എന്ന് പറയുന്നത്. നിസാരപ്പെട്ട പല പിണക്കങ്ങളും ഒരിക്കലും അവസാനിക്കാതെ നീണ്ടുപോകുന്നത് ആ ഈഗോ കാരണമാണ്. ഫലമോ വെളിച്ചത്തിനുള്ള സാധ്യത തൊട്ടരികിൽ ഉണ്ടായിട്ടും രണ്ടുപേരുടെയും ജീവിതം ഇരുട്ടിലായി പോകുന്നു. ഈഗോ എന്നത്
ശരിക്കും ഒരു മതിലല്ല, അതൊരു മഞ്ഞുപാളിയാണ്. സ്നേഹത്തിൻ്റെ ചൂട് തട്ടിയാൽ വേഗം ഉരുകി മാറുന്നതാണത്. ഒരു പിണക്കത്തിൻ്റെ ഒടുവിൽ എല്ലാ ഈഗോയും മാറ്റിവെച്ച് അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നവരാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹബന്ധത്തിന് ഏറ്റവും വില കൽപ്പിക്കുന്നത്. ആ ബന്ധം നിലനിർത്താൻ ഏറ്റവും ആഗ്രഹിക്കുന്നതും അവർ തന്നെയാണ്. അതൊരു പരാജയമല്ല, സ്നേഹത്തിൻ്റെ സത്യസന്ധതയാണ്. ആ സ്നേഹത്തിൻ്റെ ചൂട് നമ്മളിലുണ്ടാവട്ടെ. ആ ചൂടിൽ അഹംഭാവത്തിൻ്റെ മഞ്ഞുപാളികൾ ഉരുകിയൊലിച്ച് ഒരു നീർച്ചാലയൊഴുകട്ടെ. ആ നീർച്ചാലിൽ അതുവരെയുള്ള പരാതികളും പരിഭവങ്ങളും ഒഴുകിപ്പോകട്ടെ. തുന്നിച്ചേർക്കുമ്പോൾ ചിലതൊക്കെയും പഴയതിനേക്കാൾ ബലമുള്ളതാവുന്നത് പോലെ പിണക്കത്തിന് ശേഷമുള്ള ഇണക്കങ്ങളൊക്കെയും പഴയതിനേക്കാൾ ശക്തമാവട്ടെ. ഇരുട്ടിലെ വിളക്ക് ആര് തെളിച്ചാലും പ്രകാശം എല്ലാവർക്കും ലഭിക്കുമല്ലോ. പ്രകാശം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. പ്രാർത്ഥനയോടെ.